സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം നേടിത്തന്ന ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം എന്ന് വെച്ചാൽ അതിൽ യാതൊരു സംശയമില്ലാതെ ISRO തന്നെയാണ്. എന്തെല്ലാം നേട്ടങ്ങളാണ് അവർ നമുക്ക് നേടിത്തന്നത്. ഇപ്പം ഈ അടുത്ത കാലത്ത് തന്നെ ചന്ദ്രയാൻ അല്ലെങ്കിൽ മംഗൾയാൻ അങ്ങനെ ഒത്തിരി മിഷൻസ്. ഇനി അവർ ചന്ദ്രനിൽ അടുത്ത ചന്ദ്രയാൻ 4 നടപ്പാക്കാൻ പോവുകയാണ്. പക്ഷേ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ അവർ വേറൊരു നേട്ടം ഇപ്പൊ കൈവരിച്ചു. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. അവർ ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചു. ബഹിരാകാശത്ത് പയർ വിത്തുകൾ മുളപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു PSLV C60 എന്ന് പറഞ്ഞൊരു മിഷൻ അവർ സെൻഡ് ചെയ്തിരുന്നു. അതിനകത്ത് പോയം 4 എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ടായിരുന്നു. അതിനകത്ത് ക്രോപ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം ഈ ക്രോപ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ VSSC ആണ്, തിരുവനന്തപുരം ആസ്ഥാനമാക്കിയിട്ടുള്ള VSSC ആണ്. ഈ ക്രോപ്സിന്റെ അകത്ത് അവർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ 8 പയർ വിത്തുകൾ കൊണ്ടുപോയി. ഈ പയർ വിത്തുകളിൽ 4 എണ്ണം മുളച്ചു. ഈ 4 എണ്ണത്തിലും 2 ഇലകൾ വീതം വരികയും ചെയ്തു. അതായിരുന്നു ഇവിടെയും 2 ഇലകൾ വീതം വരുത്തിക്കുക. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ ഭാവിയിൽ ഇന്ത്യ 2035 സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാലം അവിടെ ആൾക്കാർക്ക് താമസിച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തേണ്ടി വരും. അതുപോലെ തന്നെ ഒരു പ്ലാനറ്റിൽ നിന്ന് അടുത്ത പ്ലാനറ്റിലേക്കൊക്കെ പോകുന്ന മിഷൻസ് ഒരുപാട് ISRO പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഈ മറ്റ് പ്ലാനറ്റുകളിൽ കൃഷി ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ മൈക്രോ ഗ്രാവിറ്റിയിൽ എങ്ങനെ ചെടികൾ വളരും എന്നൊക്കെ കണ്ടെത്തുക, അത് ഭാവിയിൽ ഒരു പക്ഷേ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ഭക്ഷണമാക്കുന്നതിനെ കുറിച്ചുള്ള പരീക്ഷണങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രിലിമിനറി പരീക്ഷണമാണ് ഇപ്പോൾ ISRO നടത്തിയിരിക്കുന്നത്. അപ്പം മൈക്രോ ഗ്രാവിറ്റിയിൽ പ്ലാന്റുകൾ വളരുന്നത് എങ്ങനെയെന്നുള്ള ISROയുടെ ഒരു സ്റ്റഡി ഇതുവഴി നടപ്പാക്കി അങ്ങനെ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ISRO.